ഈ ഫ്രെയിമിലേക്ക് നിങ്ങൾ നോക്കിയിട്ട് എന്തെങ്കിലും ഒരു പക്ഷിയെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ പക്ഷിയെക്കുറിച്ചാണ് ഈ വീഡിയോ. ഇപ്പോൾ ഒരു അനക്കം കണ്ടില്ലേ? ആ ഏരിയയിലേക്ക് സൂക്ഷിച്ച് നോക്കുക. ദേ ചാടിപ്പോയി. അപ്പോൾ നമുക്ക് എങ്ങോട്ടാ പോയെന്ന് നോക്കാം. അപ്പോൾ ഈ കുണുങ്ങി കുണുങ്ങി പോകുന്ന ഈ പക്ഷിയുടെ പേരാണ് ഉപ്പൻ അല്ലെങ്കിൽ ചെമ്പോത്ത്. വേറെയും പല പേരുകൾ മലയാളത്തിൽ തന്നെ ഇതിനുണ്ട്. ചകോരം, ഈശ്വരൻ കാക്ക എന്നൊക്കെ. മലയാളത്തിൽ ഇത്രയും പേരുകളുള്ള ഈ പക്ഷിയുടെ ഒരു ഇംഗ്ലീഷ് കോമൺ പേരുകൾ എന്ന് പറയുന്നത് ഗ്രേറ്റർ കൗക്കൽ അല്ലെങ്കിൽ ക്രോ പീസന്റ് എന്നൊക്കെയാണ്. അപ്പോൾ ഒരു കുയിലും ഒരു കാക്കയും വെച്ചിട്ട് ഇതിന് ഇംഗ്ലീഷിൽ പേരുകളുണ്ട്. എങ്കിൽ പിന്നെ അവരുമായിട്ട് എന്തെങ്കിലും ഇതിന് റിലേഷൻ ഉണ്ടോ എന്ന് കൂടി ഒന്ന് നോക്കാം. ഇത് ഏവ്സ് ക്ലാസ്സിലെ കുക്കുലിഡേ ഫാമിലിയിൽ പെടുന്ന സെൻട്രോപ്പസ് സിനൻസിസ് എന്ന് പറഞ്ഞ ഒരു സ്പീഷീസ് ആണ്. കാക്കകളാണെങ്കിൽ ഏവ്സ് ക്ലാസ്സിലെ കോർവിഡേ ഫാമിലിയിൽ പെടുന്നതാണ്. കാക്കകളുടെ വീട്ടുപേര് പോലും വ്യത്യസ്തമാണ്. പക്ഷേ കുയിലുകളുടെയും ഇവരുടെയും ഫാമിലി ഒന്നാണ്, അതായത് ഒരേ വീട്ടിൽ നിന്നുള്ളവരാണ്. പക്ഷെ ജനസ് വേറെ ആയതുകൊണ്ടായിരിക്കണം സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ കുക്കു ഫാമിലിക്ക് സയന്റിഫിക്കലി വിളിക്കുന്ന പേരാണ് കുക്കുലിഡ്, അതായത് ഇവരുടെ ഒരു കസിൻ ആയിട്ട് വരും കുയിലുകൾ. പിന്നെ കുയിലുകളുടെ ഒരു പാരസൈറ്റിക് ആയിട്ടുള്ള ഒരു സ്വഭാവം ഇവർക്കില്ല. ഇവര് സ്വന്തമായിട്ടാണ് കുഞ്ഞുങ്ങളെയൊക്കെ റേസ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഒരു ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് വരുന്ന ഇമ്പോർട്ടൻസ് പെസ്റ്റ് കൺട്രോൾ തന്നെയാണ്. കാരണം ഇത് ഫീഡ് ചെയ്യുന്നത് ചെറിയ പ്രാണികളെയും പിന്നെ കാറ്റർപില്ലേഴ്സിനെയും പിന്നെ ചെറിയ വേർട്ടിബ്രേറ്റ്സിനെയും ഒക്കെയാണ്. അങ്ങനെ ഇത് പെസ്റ്റിനെയൊക്കെ കൺട്രോൾ ചെയ്ത് കൃഷി സംരക്ഷിക്കുന്നു. ഇനി ഒരു സ്കാവഞ്ചർ റോൾ കൂടി ഇതിനുണ്ട്, അതായത് ചീയുന്ന മാംസവും ചത്ത ജീവികളെയും ഒക്കെ കഴിച്ച് എക്കോസിസ്റ്റം ഒന്ന് ക്ലീനപ്പ് ചെയ്യുന്ന ഒരു ജോലി. അപ്പോൾ ഇവർ ഹണ്ടേഴ്സും ആണ് സ്കാവഞ്ചേഴ്സും ആണ്. ഇനി ഒരു പച്ചക്കറി കഴിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കും, വളരെ റെയർ ആയിട്ട് ചില ഫ്രൂട്ട്സുകൾ മാത്രം. അതായത് കൃഷി നശിപ്പിക്കുന്ന പെസ്റ്റുകളെ പിടിക്കുകയും ചെയ്യും, എന്നാൽ കൃഷി ചെയ്യുന്ന സാധനങ്ങളൊട്ട് കഴിക്കത്തുമില്ല. അതുകൊണ്ട് തന്നെ ഫാമേഴ്സിന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പണ്ട് കാലത്ത് ഇതിനൊരു ശുഭലക്ഷണമായിട്ട് കണക്കാക്കുന്നതിന്റെ ഒരു മെയിൻ റീസൺ ഇതായിരിക്കാം. പിന്നെ ഇത് നമ്മുടെ തെങ്ങും പനയും ഒക്കെ നശിപ്പിക്കുന്ന റൈനോസറസ് ബീറ്റിൽ അല്ലെങ്കിൽ റെഡ് പാം ബീവിൽ എന്നൊക്കെ പറയുന്ന വണ്ടുകളെയും ചെല്ലികളെയും ഇത് തിന്നും. അപ്പൊ എന്തോ ഒന്ന് തെങ്ങിൻ തൈയിൽ നിന്ന് ആൾക്ക് തിന്നാൻ കിട്ടിയിട്ടുണ്ട്. അത് മിക്കവാറും ഓലക്കണ്ടൻ എന്ന് പറഞ്ഞ പൂമ്പാറ്റയുടെ ലാർവ, അതായത് കാറ്റർപില്ലർ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണം. അപ്പോൾ ഈ ഓലക്കണ്ടനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഏരിയയിൽ ഇഷ്ടംമാതിരി ഉള്ള ഒരു പൂമ്പാറ്റയാണ് ഈ ഓലക്കണ്ടൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയും ഗുണങ്ങളുള്ള ഇത്രയും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഈ പക്ഷിയുടെ ഒരു നേറ്റീവ് എന്ന് പറയുന്നത് സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയാണ്. അതായത് ഇന്ത്യ, ശ്രീലങ്ക, ചൈന, ഇന്തോനേഷ്യ എന്നീ റീജിയൻസ് ഒക്കെ. ഇവിടെയൊക്കെ നല്ല തിക്കായിട്ടുള്ള വെജിറ്റേഷൻ ഉള്ള ഏരിയാസിലാണ് ഇത് കൂടുതലും കണ്ടുവരുന്നത്. അത്യാവശ്യം ഇലത്തുറപ്പുള്ള കൃഷിയിടങ്ങളിൽ, ഫോറസ്റ്റ് എഡ്ജസിൽ, പിന്നെ വെറ്റ്ലാൻഡ്സിൽ, ഇല്ലിക്കാടുകളിൽ, പിന്നെ കേരളത്തിൽ സ്പെസിഫിക് ആയിട്ട് സർപ്പക്കാവുകളിൽ, പിന്നെ മെയിനായിട്ടും ഇത് കൂടുകൾ ഉണ്ടാക്കുന്നത് മുള്ളുള്ള ചെറുമരങ്ങളിലും പിന്നെ വള്ളിക്കാട്ടിലൊക്കെയാണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ വീട്ടുവളപ്പിൽ തന്നെ ഇഷ്ടംമാതിരി മുള്ളാത്തകളുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തായിരിക്കണം ഇതിൻ്റെ കൂട്. പക്ഷേ എനിക്ക് ഇതേവരെ ഇതിൻ്റെ ഒരു കൂട് സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് പറഞ്ഞപ്പോൾ ഇത് എന്തൊക്കെയാണ് കഴിക്കുന്നത് എന്നുള്ള ഒരു ചെറിയൊരു ഇൻട്രോ തന്നായിരുന്നു. അപ്പോൾ ഇത് മെയിനായിട്ട് കാർണിവോറസ് ആണ്, അതായത് പ്രാണി, പല്ലി, ഒച്ച്, തവള, ചെറിയ പാമ്പ്, പിന്നെ മറ്റു കിളികളുടെ മുട്ടകൾ, അതുപോലെ തന്നെ ചെല്ലികൾ, വണ്ടുകൾ എന്നിവയൊക്കെ ഇവരെ ആഹാരമാക്കും. ഒക്കേഷണലി ഇവർ ഫ്രൂജിവോറാണ്, അതായത് ചെറിയ ബെറീസും പിന്നെ ചെറിയ സോഫ്റ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ തന്നെ ഇവർ കഴിക്കും. പക്ഷേ അത് തന്നെ എപ്പോഴും അല്ല, വളരെ റെയർ ആയിട്ടാണ് അത് സംഭവിക്കുന്നത് തന്നെ. ഇതിൻ്റെ ഒരു ഹണ്ടിങ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പതുക്കെ ഇരയെ ടാർഗറ്റ് ചെയ്ത് പിന്തുടർന്ന് പെട്ടെന്ന് ചാടി അതിൻ്റെ മേത്ത് വീണ് ഇതിനെ പിടിക്കും. അപ്പോൾ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു കാറ്റർപില്ലറിനെ ഇവൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ വളരെ സ്ലോയിൽ പോകുന്ന കാറ്റർപില്ലറിന് പോലും ആ ഒരു രീതിയിലാണ് ഇവർ പിടിച്ചത്. പിന്നെ ഇവരെ ഹണ്ട് ചെയ്യുന്ന മൃഗങ്ങളിൽ നിന്ന് ഇവരെങ്ങനെയാണ് രക്ഷപ്പെടണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കാടുകളിൽ കയറി ഒളിക്കും. ഇവരുടെ ഈ ഒരു പ്രത്യേക തരത്തിലുള്ള ഈ ഒരു കളറ് കാരണം തന്നെ പെട്ടെന്ന് ഇവരെ സ്പോട്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വളരെ കാമായിട്ട് ശബ്ദമൊന്നും ഉണ്ടാക്കാതെ അനങ്ങാതെ എവിടെയെങ്കിലും ഇരിക്കും. വളരെ റെയർ ആയിട്ടാണ് ഇവർ പറക്കുന്നത് തന്നെ. പെട്ടെന്ന് കാടുകളിലേക്ക് കയറി ഒളിക്കാൻ മാത്രമായിട്ടാണ് ഇവർ പറക്കുന്നത്. അല്ലെങ്കിൽ പൊതുവെ ഇവർ ഒരു കൊമ്പിൽ നിന്നും മറ്റേ കൊമ്പിലേക്ക് ചാടിയും പയ്യെ പയ്യെ നടന്നും ഒക്കെയാണ് നീങ്ങുന്നത്. ഈ വീഡിയോയുടെ തന്നെ തുടക്കത്തിൽ ആ കുണുങ്ങി കുണുങ്ങിയുള്ള നടപ്പ് കണ്ടിട്ടില്ലേ, അതുപോലെ. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ഒരു ബ്രീഡിംഗ് സീസണിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ റീജിയൺ വൈസ് അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. കേരളത്തിൽ മൺസൂൺ ടൈമിലാണ് ഇതിൻ്റെ ബ്രീഡിംഗ് സീസൺ, അതായത് ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെയുള്ള സമയത്ത്. ഇവരുടെ ഒരു നെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓലയും ചുള്ളിക്കമ്പുകളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കൊട്ട പോലെ ഇരിക്കും. 2 തൊട്ട് 4 മുട്ടകൾ വരെയാണ് ഇവർ ഇടുന്നത്. ഒരു ഇൻക്യുബേഷൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ദിവസമാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൺകിളിയും പെൺകിളിയും ഈ മുട്ടയ്ക്ക് അടയും. അപ്പോൾ 15 ദിവസം കഴിഞ്ഞ് മുട്ട വിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറക്കാൻ എടുക്കുന്നത്, അതായത് ചെറിയ ഉപ്പന്മാർ പറക്കാൻ എടുക്കുന്നത് 3 ആഴ്ച വരേക്കുമാണ്. പിന്നെ ഇവർക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. കുഞ്ഞുങ്ങൾ പറന്നതിന് ശേഷവും കുറച്ച് ആഴ്ചകളും കൂടി പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇവർ നിൽക്കുന്നത്. അതിന് ശേഷമായിരിക്കും ഇവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇര തേടുക. ഇനി ഇതിൻ്റെ ഒരു കൺസർവേഷൻ സ്റ്റാറ്റസ് പറയുകയാണെങ്കിൽ ഇത് IUCNൽ ലീസ്റ്റ് കൺസേൺഡ് ആയിട്ട് കരുതപ്പെടുന്ന ഒരു പക്ഷിയാണ്. ഇനി ഇവരുടെ ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിലെ നാടോടി കഥകളിൽ 2 രീതിയിലും നല്ലൊരു ഒമനായിട്ടും ചീത്തയൊരു ഒമനായിട്ടും ഇവരെ പറയുന്നുണ്ട്. ഇവരുടെ സൗണ്ട് ഭീതി പടർത്തുന്ന ഒരു സൗണ്ട് ആയതുകൊണ്ട് ദുഃഖത്തിൻ്റെ വരവായിട്ട്
കൺസിഡർ ചെയ്യുന്ന കുറച്ച് കഥകളുണ്ട്. പിന്നെ ഇവരെ കാണുന്നത് നല്ല കാലം വരാനാണ് എന്നുള്ള കഥകളും ഉണ്ട്. പിന്നെ നോർത്ത് ഇന്ത്യയിലുള്ള ഒരു വിശ്വാസം അനുസരിച്ചിട്ട് ഈ പക്ഷി ഒരു ഗുഡ് ഒമൻ കൊണ്ടുവരുന്ന പക്ഷിയാണ്. ഇതിന്റെ ചെങ്കണ്ണും ചെമ്പ് നിറത്തിലുള്ള ചെറുകളും നീല കലർന്ന കറുപ്പോട് കൂടിയ ദേഹവും പിന്നെ ഇതിന്റെ ഭീതി ഉണർത്തുന്ന ശബ്ദവും കലാകാരന്മാരെ ഒരുപാട് ആകർഷിക്കുന്ന ഇതിന്റെ സവിശേഷതകളാണ്. ചെമ്പോത്ത് എന്ന് പറഞ്ഞൊരു വാക്ക് വെച്ചിട്ട് മലയാളത്തിലെ സിനിമ പാട്ടുകളുണ്ട്. പിന്നെ ചകോരം എന്ന് പറഞ്ഞൊരു സിനിമ തന്നെയുണ്ട്. ഈ പക്ഷി പ്രണയത്തിന്റെയും ആകാംക്ഷയുടെയും വിരഹത്തിന്റെയും പ്രതീകമായിട്ട് വിശ്വസിക്കുന്നതുകൊണ്ടാണ് ആ സിനിമയ്ക്ക് ഈ പേര് വളരെ അനുയോജ്യം എന്നാണ് എനിക്ക് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയേക്കുന്ന ഒരു ഇൻഫർമേഷൻ. ആ സിനിമയിൽ ശാരദാമണി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെയാണ് ഈ പക്ഷിയുമായിട്ട് കോൺസെപ്ഷ്യലി റിലേറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെ ഒരുപാട് കഥകളിലും നാടോടി കഥകളിലും സിനിമാ കഥകളിലും പാട്ടുകളിലും കുട്ടിക്കഥകളിലൊക്കെ മുഖം കാണിച്ചേക്കുന്ന ഒരു താരമാണിത്. അപ്പോൾ ഈ പറഞ്ഞേക്കുന്ന ഇൻഫർമേഷൻസും ഈ വീഡിയോസും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.